എന്താണോ? ഞാനല്ല, അപ്പന്റെ ഓയിൻമെന്റ് അല്ല, അപ്പോയിന്റ്മെന്റ് ഓർഡറാ. ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? ആരെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? മുതലാളി ഞാൻ പറഞ്ഞ കേൾക്ക്. വേണ്ട വേണ്ട. എന്തോടെ ചോദിക്കുന്നത്? ഇനി കിട്ടേണ്ടത് നീ മേടിച്ചോ. അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി തുറന്നു എന്നാ ഞാൻ ചോദിച്ചുള്ളൂ. അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേ. എല്ലാം ഓക്കേ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? 100% ഞാൻ യോജിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി. അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല. അവമാനിച്ചു വിട്ടല്ലേ നീ ഇനി സംസാരിക്കണ്ട. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക്, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നീ, അവൻ ഓഫായി. നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എടോ, തനിക്ക് ചേർന്നത് മേജർ നായർ എന്ന പേരല്ല, മേജർ നാരദൻ എന്ന. അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ. എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യമാണ്. എത്ര സിനിമകളിൽ അഭിനയിച്ചു? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. ഇവൻ ശരിയല്ല. ഞാൻ ചോദിക്കുന്നത് തുറന്നു, ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത്. വേഗം പറ. ഞാൻ എന്ത് പറയണെന്നാ താൻ പറയണേ? ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. നിർത്തണോ? തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? ഇയാള് കുറെ നേരമായിട്ട് എന്നെ ഒന്നുമില്ല. ഞാൻ അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്ന്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. ഇത്തരം ചോദ്യങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും. ഇപ്പൊ എന്താ പറഞ്ഞ? എന്റെ കൺമുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും. എന്തുവാണത്? എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. കഷ്ടാലാണെന്ന് തോന്നുന്നു സാറേ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.